ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജാമിൻ്റെ റെസിപ്പിയാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ജാമിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അതിനായിട്ട് ഒരു 2 ബീറ്റ്റൂട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 15 ഈന്തപ്പഴമാണെങ്കിൽ കുരുവൊക്കെ കളഞ്ഞ ശേഷം അതും കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 വിസിൽ വരുമ്പോഴേക്കും നമുക്കിതിവിടെ കുക്കായി കിട്ടും. വിസിൽ വന്നതിന് ശേഷം ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ട് ചൂടൊക്കെ മാറിയിട്ട് വേണം നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ ആ ബാക്കി വെള്ളം കൂടി നമുക്കിതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നല്ല ഫൈനായിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് അടിച്ചെടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പം ഈ ബീട്രൂട്ടിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഒരു മധുരത്തിനായിട്ട് ഒരു 1/4 കപ്പ് ശർക്കര ചീകിയതോട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈന്തപ്പഴം ചേർത്തതുകൊണ്ട് തന്നെ നല്ല മധുരമായിരിക്കും. എന്നാലും ഒരു അല്പം മധുരം കൂടി നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ശർക്കര ചീകിയതോട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഇളക്കി കൊടുത്ത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവായി വരുന്നവരെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിയുടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഒരു 2 ദിവസമൊക്കെ നമുക്ക് വെളിയിൽ വെച്ചും സൂക്ഷിക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിത് ബ്രെഡിലൊക്കെ ഒന്ന് തേച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ജാമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ്. കൺസിസ്റ്റൻസി മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.